എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെ റോഡിൽ കയർ കെട്ടി ബൈക്കിൽ നിന്ന് വീഴ്ത്തി ആക്രമിച്ചുവെന്ന് പരാതി. സംഭവത്തിൽ കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ മുന്നംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ TM അബ്ദുൾ അസീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ അബ്ദുൾ അസീസിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. മേദലയിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റയാളെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ ഉച്ചയോടെ മേദല പള്ളിപ്പടിയിൽ വെച്ചാണ് അസീസിന് നേരെ ആക്രമണമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. തടയാൻ ചെന്ന ലോക്കൽ സെക്രട്ടറി സഹീറിനെയും ഏരിയ കമ്മിറ്റി അംഗം KM പരീദിനെയും അസഭ്യം പറയുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നും പരാതിയിലുണ്ട്. UDF പിന്തുണയോടെ SDPI നാടിനെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണെന്നും അക്രമം നടത്തിയവരെ പിടികൂടിയില്ലെങ്കിൽ CPM രംഗത്തിറങ്ങുമെന്നും കോതമംഗലം ഏരിയ സെക്രട്ടറി KA ജോയ് പറഞ്ഞു. ഞങ്ങൾക്കൊരു പരിധി വരെയാണ് നിയന്ത്രണം പാലിക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ട അബ്ദുൾ അസീസിനെ വധിക്കാൻ ശ്രമിച്ച, ക്രൂരമായിട്ട് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി ഇടപെട്ട് പിടിച്ചില്ലെങ്കിൽ CPM രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം ആരും സംശയം വേണം. അതേസമയം മേദല പള്ളിപ്പടിയിലുണ്ടായത് മേദലപ്പള്ളിയിലെ ജനങ്ങളും മുത്തവല്ലി കുടുംബവും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന അധികാര തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നും ഇതിൽ കോൺഗ്രസിന് പങ്കില്ലെന്നും കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ പറഞ്ഞു. വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിന്ന് CPM പിന്മാറണമെന്നും മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറച്ചാലിൽ, നാസർ വട്ടേക്കാടൻ എന്നിവർ ആവശ്യപ്പെട്ടു. CPM ആ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തെ, UDF നേതൃത്വത്തെ അവരുടെ തലയിൽ വച്ച് കെട്ടിക്കൊണ്ട് അവിടെ ഉണ്ടായ സംഘർഷം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അബ്ദുൾ അസീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വധശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്.